മരിച്ചുകൊണ്ട് തന്നെ കൊലപാതകം നടത്തുകയാണ്. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരൂഖ്. പ്രണയ പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. അതെ 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 അത് മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അതിപ്പോൾ പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ, രണ്ട് സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി ചെയ്തു. ഈ സുഹൃത്തായിട്ടുള്ള റിജിൻ്റെ മൊഴി ഇതിലേറെ നിർണായകമായിരുന്നു. അതെ അതെ, റിജിൻ അതുപോലെ അച്ഛൻ്റെ മൊഴി. അതെ, റിജിനോട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത്. തിരിച്ചിറങ്ങി ഛർദ്ദിച്ചത് പച്ച കളറിലാണെന്നുള്ളത് ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ വെച്ച് ഛർദ്ദിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ പച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. കൂടാതെ എന്നെ ചതിച്ചു എന്ന് ബൈക്കിൽ വെച്ചിട്ട് ഈ പയ്യനോട്, കൂട്ടുകാരനോട് ഈ ഷാരൂഖ് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യ തെളിവുകളും അയാളുടെ മൊഴിക്ക് അനുസൃതമായിട്ട് തന്നെ തെളിഞ്ഞതാണ്. CCTV ഫൂട്ടേജുകളെല്ലാം തന്നെ ഇവർ യാത്ര ചെയ്തതിൻ്റെ തത്സമയമായിട്ടുള്ള എല്ലാ ഫൂട്ടേജുകളും നമ്മളെടുത്ത് കോടതിയിൽ ഹാജരാക്കി. തിരികെ വരുന്ന സമയത്തുള്ള ഫൂട്ടേജുകളും ഹാജരാക്കി. ആ ടൈം കറക്റ്റായിട്ട് തന്നെ. ഇതിനകത്ത് ഈ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർ, ഇവർക്ക് ഈക്വലായിട്ടുള്ള കുറ്റമാണ് ഉണ്ടായിരുന്നത്. കാരണം തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ കുറ്റം ഒളിച്ചു വയ്ക്കൽ ഇവയായിരുന്നു. പക്ഷേ അതിൽ 2ാം പ്രതിക്ക് എതിരെ, കാരണം 2ാം പ്രതിക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഈ നിർമ്മൽ കുമാരൻ നായരാണ് ഈ കളനാശിനി കൊണ്ട് നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ എന്താണ് അതിൽ 2ാം പ്രതിക്കെതിരെ മാത്രം അത്? 2ാം പ്രതിനെ ഇപ്പോൾ കുറ്റക്കാരിയല്ലെന്നാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതിന് അന്വേഷണ സംഘത്തിന് ലഭ്യമായ എല്ലാ തരത്തിലുള്ള തെളിവുകളും നമ്മൾ ട്രയൽ സമയത്തും ചാർജിൻ്റെ സമയത്തും ഹാജരാക്കിയതാണ്. പിന്നെ 506 പേജുകളുള്ള വിധിന്യായമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് വെറുതെ വിട്ടു എന്നുള്ള ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പകർപ്പ് കിട്ടിയതിന് ശേഷം, വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ അത് എന്താണ് അതിൻ്റെ ഫോൾട്ട് അല്ലെങ്കിൽ എന്ത് ന്യൂനതയാണ് വന്നതെന്ന് പരിശോധിച്ചിട്ട് തെളിവുകളുടെ അഭാവമാണ് പറയുന്നത്. തെളിവുകളുടെ എന്താണ് തെളിവാണെന്നുള്ളത് ഈ വിധിന്യായത്തിൽ പൂർണ്ണമായിട്ട് പറയും. ഇപ്പം വിധിന്യായത്തിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 2 വാക്കിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ വിധിന്യായം മുഴുവൻ പഠിച്ചതിന് ശേഷമേ അതിനെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.